ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന KTയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. സോ MET 204 ആണ് അതിൻ്റെ കോഡ്. മോഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. സോ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പറയുമ്പോൾ നമ്മൾ ഒരു തിയറി സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിന് എക്സാമിന് എഴുതാൻ നേരത്ത് ചുമ്മാ വാരി വലിച്ച് തിയറി എഴുതിയിട്ട് വലിയ കാര്യമില്ല. മീൻസ് നമ്മൾ ഒരുപാട് എഴുതി കൂട്ടിയാലും ഈ ഇൻവിജിലേറ്റേഴ്സ് ഇത് ഫുള്ള് വായിച്ച് നോക്കുന്ന കാര്യമില്ല. നമ്മൾ പ്രിസൈസ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ബ്ലോക്ക് ഡയഗ്രാംസ് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലാണ് നമുക്ക് എന്താ മാർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ. ഓക്കെ, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് എഴുതാനായിട്ട് ഒരുപാട് അറിയായിരിക്കും. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ വാരി വലിച്ച് എഴുതിയിട്ട് കാര്യമില്ല. എന്താണോ ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്തുള്ള ആൻസർ അത് ഏത് നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് ഒരു തിയറി സബ്ജക്റ്റിന്. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിംഗിലെ MET 204 മാനുഫാക്ചറിംഗ് പ്രോസസ്സ് നമ്മൾ ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2019 സ്കീം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, 2 പാർട്ടുണ്ട്, എയും ബിയും. സോ ഓരോ മോഡ്യൂൾ വൈസ് ആയിട്ട്. അപ്പോൾ മോഡ്യൂൾ 1 നമ്മൾ സിലബസ് നോക്കാൻ നേരത്ത് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അതിൽ വരുന്നത്. കാസ്റ്റിംഗ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, പാറ്റേൺ, പിന്നെ സോൾട്ടിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ഷ്യൂണിസ് റോൾ, എലമെന്റ്സ് ഓഫ് ഗേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഡിഫക്ട്സ് ഇൻ കാസ്റ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ചോക്ക് ഏരിയ, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്? എന്താണ് ചോക്ക് ഏരിയ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ ചോക്ക് ഏരിയ എന്ന് പറഞ്ഞൊരു മിനിമം ഏരിയ ഗേജിങ് സിസ്റ്റമാണ്. ഫ്ലോ ഓഫ് മോൾട്ടൺ മെറ്റൽ മെഷർ ചെയ്യുന്ന ആ മോൾട്ട് കവറ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം അല്ലേ, മോൾട്ടൺ മെറ്റൽ നമ്മൾ ഈ പോറിംഗ് ബേസിനിലേക്ക് വയ്ക്കും. അത് വെർട്ടിക്കൽ ചാനൽ വഴി വന്നിട്ട് ആ താഴത്തെ ആ ഒരു മിനിമം ഏരിയയാണ് നമ്മൾ എന്ത് ചോക്ക് എന്ന് പറയുന്നത്. ഇസ് ദ മിനിമം ഏരിയ ഓഫ് ഗേജിങ് സിസ്റ്റം വിച്ച് മെഷേഴ്സ് ദി ഫ്ലോ ഓഫ് മോൾട്ടൺ മെറ്റൽ ഇൻ ടു മൗൾട്ട് ക്യാവിറ്റി. അപ്പോൾ അതൊരു കൺട്രോൾ ഏരിയ ആണ്. സ്ക്രൂ വെല്ലിൻ്റെ അടുത്തായിട്ടുള്ള സംഭവമാണ് അത് എന്ത് ചോക്ക് എന്ന് പറയുന്നത്. ചോക്ക് ഏരിയ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ എന്താണ് ഈ ഒരു കാസ്റ്റിംഗിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദി ഏരിയ അലൗസ് മെറ്റൽ ടു പാസ് ത്രൂ അറ്റ് കൺസിസ്റ്റന്റ് ആൻഡ് കോൺസ്റ്റന്റ് ഫ്ലോ. ഒരു മോളിൽ നിന്ന് മോൾട്ടൺ മെറ്റൽ വന്നിട്ട് ഇത് താഴെ വന്ന് ഇടിച്ചൊന്ന് സെറ്റിൽ ഡൗൺ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകാനായിട്ട് എന്താണ് ആ ചോക്ക് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എന്താ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോക്ക് ഏരിയ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ ചോക്ക് എന്താണെന്ന് എഴുതുക, അതേപോലെ അതിൻ്റെ ഫിഗർ റെപ്രസെൻറ്റ് ചെയ്യുക, അതേപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. സിമ്പിളായിട്ട് നമ്മളത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ 3 മാർക്ക് കിട്ടും. ഓക്കെ, രണ്ടാമത്തെയാണ് എന്ത്, ദി സൈസ് ഓഫ് പാറ്റേൺ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കാസ്റ്റിംഗ്. വൈ? അല്ലേ, എപ്പോഴും നമുക്ക് അറിയാവുന്ന കേസാണ്. ഒരു പാറ്റേൺ എന്ന് പറയാൻ നേരത്തെ എന്താ, റെപ്ലിക്ക ഓഫ് ദി പാർട്ട് ടു ബി കാസ്റ്റ് ആണ്. കാസ്റ്റ് ചെയ്യേണ്ട സാധനത്തിൻ്റെ ഒരു റെപ്ലിക്കയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ പാറ്റേണിൻ്റെ സൈസ് എപ്പോഴും നമുക്ക് വേണ്ട ഫൈനൽ പ്രോഡക്റ്റിൻ്റെ സൈസിനെക്കാട്ടും കൂടുതലായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റൽ ഓൺ സോൾട്ടിഫിക്കേഷൻ അതെന്താ ഒന്ന് ഷ്രിങ്ക് ആവും അല്ലേ. നമ്മളൊരു വെള്ളം ചുമ്മാ ഒരു ഐസ് ട്രേയിൽ വെച്ച് ഐസ് ആവുന്ന നേരത്തായാലും വാട്ടറിൻ്റെ മോളിക്യൂൾസ് ഒന്നുകൂടി ക്ലോസ്ലി പാക്ക് ആകുമ്പോൾ ഐസ് ഒന്നുകൂടി ഷ്രിങ്ക് ആവും. സെയിം തിങ് തന്നെയാണ് മെറ്റൽസിൽ നോക്കിയാലും. മോൾട്ടൺ സ്റ്റേറ്റിൽ അതിൻ്റെ മോളിക്യൂൾസ് ഒന്നുകൂടി ഫ്രീലി മൂവിങ് ആണ്, പക്ഷേ എന്താണ് സോൾട്ടിഫൈ ചെയ്യുമ്പോൾ അതെന്താ ഷ്രിങ്ക് ആവും. ഓക്കെ, അപ്പോൾ പാറ്റേണിൻ്റെ സൈസ് നമ്മൾ ഇപ്പോൾ ഒരു സപ്പോസ് ചെയ്യുക, നമുക്കിങ്ങനെ ഒരു ക്യൂബാണ് വേണ്ടത്. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ പാറ്റേൺ ഈ 5 സെൻറ്റിമീറ്റർ വെച്ച് മേക്ക് ചെയ്താൽ ഷ്രിങ്ക് ആകുമ്പോൾ മേ ബി അതെന്താ ഒരു 4.8 4.9 കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാറ്റേണിൻ്റെ സൈസ് എന്താണ് കുറച്ചുകൂടി എന്താ കൂട്ടി വെക്കേണ്ടി വരും അല്ലേ. സോ അത് തന്നെയാണ് പറഞ്ഞത്, ഡ്യൂ ടു എല്ലാ മെറ്റലും എന്താ കോൺട്രാക്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആക്ച്വൽ സൈസിനെക്കാട്ടും കുറച്ചും കൂടി കൂട്ടി വെച്ചാലാണ്. ഇപ്പോൾ അലുമിനിയം കാസ്റ്റിങ്ങിന് 1.3 ആണ് കോൺട്രാക്ഷൻ. ഓരോ മെറ്റൽസിന് അതിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട് കേട്ടോ. ഗ്രേ കാസ്റ്റ് അയൺ എന്തെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഷ്രിങ്ക് മീൻസ് സോൾട്ടിഫൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി വികസിക്കും. അങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും എന്താണ് ഓൺ സോൾട്ടിഫിക്കേഷൻ എന്താ കോൺട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ പാറ്റേണിൻ്റെ സൈസ് ഏതാണോ അതിനെക്കാട്ടും ചെറിയ സൈസ് ആയിരിക്കും ആക്ച്വലി കിട്ടുന്നത്. സോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് അലവൻസസ്, സോൾട്ടിഫിക്കേഷൻ അലവൻസ്, ഷ്രിങ്കേജ് അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അലവൻസസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സിമ്പിൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് വാരി വലിച്ചെന്ന് എഴുതണ്ട. ഫാക്ട് ആയത് എല്ലാ മെറ്റലും കോൺട്രാക്ട് ചെയ്യും ടെമ്പറേച്ചർ ഫോളോ ചെയ്യാൻ നേരത്ത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വൽ സൈസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, പാറ്റേൺ സൈസ് കൂട്ടി വെക്കണം. ഒരു എക്സാമ്പിളാണ് എന്ത് അലുമിനിയം കാസ്റ്റിംഗിൽ 1.3% ആണ് അതിൻ്റെ കോൺട്രാക്ഷൻ. അപ്പോൾ അത്രയും സൈസ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള ഇത് കിട്ടുള്ളൂ. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ കൂടി കാണിച്ചാൽ പക്കയാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് പോവാം. 11A, എക്സ്പ്ലെയിൻ ദി വേരിയസ് സ്റ്റെപ്സ് ഓഫ് സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ് വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സാൻഡ് കാസ്റ്റിംഗ്. സിമ്പിൾ ഫട്ടാഫട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കേസാണ്. സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം, അതേപോലെ എന്താ ഡയഗ്രാം എടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നില്ലേ നിങ്ങൾക്ക് എഴുതി സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമേ എന്താ ഒരു പാറ്റേൺ മേക്ക് ചെയ്യുക, പാറ്റേൺ മൗൾഡിലേക്ക് വെക്കുക അല്ലേ, കോപ്പ് ഡ്രാഗ് അങ്ങനെ മെൻഷൻ ചെയ്ത് എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക, സാൻഡ് ഇട്ട് റാം ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. സാൻഡ് കാസ്റ്റിംഗ് അറിയാത്ത ആരുമില്ല. എല്ലാ പിള്ളേരും S4 മെക്കാനിക്കലുകാരാണെങ്കിൽ നിങ്ങൾക്ക് സാൻഡ് കാസ്റ്റിംഗ് പക്കയായിട്ട് അറിയാം.
അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി അതാണ് പ്രധാനം അല്ലേ. ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, എഴുതി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ഫിഗർ വരച്ച് വെക്കാം. അതിൽ ഫിഗർ ഇല്ലേ ബ്ലോക്ക് ഡയഗ്രാം യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണതാണ് എന്ത് നിങ്ങൾക്ക് നല്ലത്. കാരണം നല്ലൊരു മാർക്ക്, ഒരു 7 മാർക്കോളം തന്നെ ക്വസ്റ്റ്യന് അത് ഫുള്ള് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, ഒരു ബ്ലോക്ക് ഡയഗ്രാം അതേപോലെ ഫിഗർ. ഓക്കെ, പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇനീഷ്യലി ഒരു 1/2 ഓഫ് പാറ്റേൺ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ എന്താ, കോപ്പിൽ നമ്മൾ പ്ലേസ് ചെയ്ത് അതിൻ്റെ മേളിൽ സാൻഡ് ഇട്ട് റാം ചെയ്ത്, അതേപോലെ അതർ ഹാഫ് മേക്ക് ചെയ്ത്, അതായത് ഡ്രാഗ് പോർഷനിൽ സാൻഡ് ഇട്ട് റാം ചെയ്ത് ഒന്ന് ഓവർലാപ്പ് ചെയ്ത്, പിന്നെ പാസേജ് പോറിംഗ് ബേസിങ് സ്ക്രൂവൊക്കെ കട്ട് ചെയ്ത് റണ്ണർ കാര്യങ്ങളുണ്ട് അതും കട്ട് ചെയ്തിട്ട് മോൾട്ടൻ മെറ്റൽ ഒഴിക്കുന്നു. ഫൈനലി നമുക്ക് സോൾഡിഫൈഡ് ആയിട്ടുള്ള പാർട്ട് കിട്ടുന്നു. സോ ഇതാണ് സാൻഡ് കാസ്റ്റിംഗ് അല്ലേ. സോ ഇത് ഈ രീതിയിൽ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒപ്പം ഒരു ബ്ലോക്ക് ഡയഗ്രാം സാൻഡ് പാറ്റേൺ മേക്ക് ചെയ്യണം ആദ്യം അല്ലേ. അതേപോലെ കോറ് ഗേറ്റിംഗ് സിസ്റ്റം ഒക്കെ മേക്ക് ചെയ്യുക, സാൻഡ് വെച്ച് മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കുക, പിന്നെ മോൾട്ടൻ മെറ്റൽ മെൽറ്റ് ചെയ്യുന്നു, പോറിംഗ് ബേസിനിലേക്ക് വയ്ക്കുന്നു, സോൾഡിഫൈ ചെയ്ത് നമുക്ക് കാസ്റ്റിംഗ് കിട്ടുന്നു. അതിന് മൗൾഡ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളെന്താ പുറത്തേക്ക് കിടക്കുന്നു, അതിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു, ഫിനിഷിങ് ഫൈനൽ ഇൻസ്പെക്ട് ചെയ്യുന്നു, പ്രൊഡക്റ്റ് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഫിഗറും വരച്ച് കഴിഞ്ഞാൽ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് എന്താ മാർക്ക് തന്നേ പറ്റുള്ളൂ. ക്ലിയർ. സോ അതുകൊണ്ട് തന്നെ എന്താ നല്ലൊരു രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് ഈ രീതിയിലും ഫിഗർ വരച്ചിട്ട് എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ എഴുതാം. ഇതാണ് മോൾട്ടൻ മെറ്റൽ വയ്ക്കുന്നു, അതിൻ്റെ അത് സോൾഡിഫൈ ചെയ്യുന്നു. സോ ഇനീഷ്യലി ഈ ഇതുണ്ടാക്കാനായിട്ട് കോപ്പ് ഡ്രാഗ് കേസാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ ഡിനോട്ട് ചെയ്താൽ ഒന്നും കൂടി ബെറ്ററാണ്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ 11B. വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ കോൾഡ് ചേമ്പർ ഡൈകാസ്റ്റിംഗ് പ്രോസസ്. സോ നമ്മൾ സാൻഡ് കാസ്റ്റിങ്ങിൽ ഡൈകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മൗൾഡ് എന്ന് പറഞ്ഞാൽ എന്താ മെറ്റലാണ് അല്ലേ. നമ്മൾ സാൻഡ് കാസ്റ്റിങ്ങിൽ സാൻഡ് കൊണ്ടുള്ള മൗൾഡാണ്, ഡൈകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് മൗൾഡാണ്. അപ്പോൾ ഡൈകാസ്റ്റിംഗ് 2 ടൈപ്പ് ഉണ്ട്, ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് ഉണ്ട്, കോൾഡ് ചേമ്പർ ഡൈകാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോട്ട് ചേമ്പർ കോൾഡ് ചേമ്പർ ഒക്കെ ചോദിക്കാം. അപ്പോൾ കോൾഡ് ചേമ്പർ ഡൈകാസ്റ്റിംഗിൽ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ മോൾട്ടൻ മെറ്റൽ വരുന്നു, അതൊരു പ്ലഞ്ചർ വെച്ച് പുഷ് ചെയ്യുന്നു, ഈ ഒരു ക്യാവിറ്റിയിൽ വരുന്നു, ഇവിടെ അത് കിടന്ന് സോൾഡിഫൈ ചെയ്യുന്നു, നമ്മൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളിവിടെ ഇജക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇജക്ടർ പിൻസ് ഇജക്ട് ചെയ്യുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നു. അതാണ് ഡൈകാസ്റ്റിംഗ്. പക്ഷേ കോൾഡ് ചേമ്പർ എന്ന് പറയാൻ കാരണം നമ്മൾ ഇവിടെ ഒഴിക്കുന്ന മോൾട്ടൻ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് വേറൊരു സ്ഥലത്ത് മെൽറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗിൽ എന്താ ഇതിൻ്റെ ഒപ്പം തന്നെ എന്താ ഒരു ചേമ്പർ ഉണ്ടാവും, മെറ്റലിനെ മെൽറ്റ് ചെയ്യാനുള്ള ചേമ്പർ ഉണ്ടാവും. അതാണ് തമ്മിൽ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഇത് ഹോട്ട് ചേമ്പർ, ഇത് കോൾഡ് ചേമ്പർ ആണെങ്കിൽ ഹോട്ട് ചേമ്പറിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു മെറ്റലിനെ മെൽറ്റ് ചെയ്യുന്ന ചേമ്പറും കൂടി അതിൻ്റെ ഒപ്പം ഉണ്ട്. അവിടെ പ്ലഞ്ചർ വെച്ചിട്ട് ഇവിടെ നിന്ന് പ്രഷറൈസ് ചെയ്തിട്ട് നേരെ എന്താ മൗൾഡ് ക്യാവിറ്റിയിലേക്ക് കയറ്റുന്നത്. വേറെ കോൾഡ് ചേമ്പറിൽ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് പ്രഷർ ചെയ്യണേ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് മേ ബി ചോദിക്കാം. ഇതൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗിൽ എന്താ അലൗട്ട് മെറ്റൽ ഫർണസ് അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്, പക്ഷേ കോൾഡിൽ വേറൊരു സ്ഥലത്താണ്. അതേപോലെ തന്നെ ലോ മെൽറ്റിംഗ് അലോയ്സിനെ പറ്റുള്ളൂ. ലോങ്ങർ ടു ലൈഫിൻ്റെ കേസ് മിനിമം സേഫ്റ്റി മെഷേഴ്സ് കോമൺലി സിങ്ക് ലെഡ് ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കോൾഡ് ചേമ്പർ എന്ന് പറഞ്ഞാൽ ലോങ്ങർ സൈക്കിൾ ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് അലോയ്സ് അല്ലേ, നല്ലപോലെ മെൽറ്റ് ചെയ്യാൻ ഹൈ ടെമ്പറേച്ചർ വേണ്ടത് നമുക്ക് ഹോട്ട് ചേമ്പറിൽ ചെയ്യാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ട് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ടൂൾ ലൈഫ് കുറവായിരിക്കും, പിന്നെ മോർ സേഫ്റ്റി മെഷേഴ്സ് വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ വേണം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ എഴുതുമ്പോൾ ഇത്രയില്ല, ഫിഗർ വരയ്ക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുക, എന്താണ് കേസ് എന്ന് ചോദിക്കുക. മേ ബി ഹോട്ട് ചേമ്പർ കോൾഡ് ചേമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാവുന്ന കേസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12A. എക്സ്പ്ലെയിൻ ദി സ്ക്വീസ് കാസ്റ്റിംഗ് പ്രോസസ്, വാട്ട് ആർ ഇറ്റ്സ് ആപ്ലിക്കേഷൻ. സിമ്പിളാണ്, സ്ക്വീസ് കാസ്റ്റിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. ആ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ മോൾട്ടൻ മെറ്റലിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്ലഞ്ചർ കൊണ്ട് പ്രഷറൈസ് ചെയ്യും. അപ്പോൾ അത് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ കിടന്ന് സോൾഡിഫൈ ചെയ്യും. ഒരു ഹൈബ്രിഡ് ലോ പ്രഷർ കാസ്റ്റിംഗ് പ്രോസസ്സാണ്. ലോ പ്രഷറും ഹൈ പ്രഷറിൻ്റെ ബേസിൽ നമ്മൾ വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ്ലി ഡിഫക്ട്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഏതാണോ ഷേപ്പ് വേണ്ടത് ആ ഷേപ്പിലുള്ള പ്ലഞ്ചർ വെച്ച് പ്രഷറൈസ് ചെയ്ത് അവിടെ കിടന്ന് സോൾഡിഫൈ ചെയ്ത് നമുക്ക് ഫൈനൽ ഷേപ്പ് കിട്ടുന്നതാണ് എന്ത്, സ്ക്വീസ്. വി വിൽ ബി സ്ക്വീസിങ് അല്ലേ, സ്ക്വീസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഈ ഒരു കാസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ടർബുലന്റ് ഹൈ പ്രഷർ കാസ്റ്റിംഗിൽ യൂസ് ചെയ്യാം. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റൽസ്, ഇപ്പോൾ വീൽസ്, സസ്പെൻഷൻ, കോമ്പൗണ്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്താ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുക, അതേപോലെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫുൾ മാർക്കിൽ ഒരു 6 മാർക്കോളം, ചിലവരൊക്കെയാണ് ഫുൾ മാർക്ക് കിട്ടുന്നത്, ഒരു 6 മാർക്കോളം നമുക്ക് എന്താ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് പ്രോസസ്. ഇതും കാസ്റ്റിംഗിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് ലോസ് ടു വാക്സ് മെത്തേഡ് എന്നൊക്കെ പറയും. സിമ്പിളാണ് അല്ലേ. ഇനീഷ്യലി എന്താണ് മെഴുക് കൊണ്ടുള്ള പാറ്റേൺ മേക്ക് ചെയ്യുന്നു,
അതിനെ അസംബിൾ ചെയ്യുന്നു, ജോയിൻ ചെയ്ത് വെക്കുന്നു, അതിലേക്ക് എന്തൊരു ഷെല്ല് കോട്ട് ചെയ്യുന്നു, റെസിൻ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ വാക്സിനെ റിമൂവ് ചെയ്യുന്നു, ഡീവാക്സിങ്. അതിനുശേഷം മോൾട്ടൺ മെറ്റലിനെ പോർ ചെയ്യുന്നു, അത് അവിടെ കിടന്ന് സോൾഡിഫൈ ചെയ്യുന്നു. സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഷെല്ല് ബ്രേക്ക് ചെയ്യുന്നു, നമുക്കിത് കിട്ടുന്നു. അത് മീൻസ് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്ന ഷേപ്പ് കിട്ടുന്നു. അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ ഫൈനൽ കാസ്റ്റിംഗ് കിട്ടുന്നു. ഇതാണ് ലോസ്റ്റ് വാക്സ് മെത്തേഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് ഇത് ഈ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ ഫിഗർ വരക്കുക, അതിനനുസരിച്ച് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നുള്ള രീതിയിൽ. ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഈ രീതിയിലായാലും മെറ്റൽ ഡൈ വെച്ച് വാക്സ് പാറ്റേൺ ഉണ്ടാക്കുന്നു, 1-2 പാറ്റേൺ ഉണ്ടാക്കിയത് എന്താ വാക്സ് സ്റ്റീൽ വെക്കുന്നു, അതിലേക്ക് കവർ ചെയ്യുന്നു, സ്ലറി കോട്ടിങ്സ് കാര്യങ്ങൾ, ഹീറ്റ് ചെയ്ത് വാക്സിനെ റിമൂവ് ചെയ്യുന്നു, മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുന്നു, ഫൈനൽ കാസ്റ്റിംഗ് കിട്ടുന്നു, ബ്രേക്ക് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. 2 ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫിഗർ അല്ലെ ഡയഗ്രാംസ് അത് മാൻഡേറ്ററി ആണ്. മാനുഫാക്ചറിങ് ഞാൻ പറഞ്ഞു, എഴുതി പിടിപ്പിക്കുന്നതിന് കൂടുതൽ ബ്ലോക്ക് ഡയഗ്രാംസിൻ്റെ ഡയഗ്രാമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണതാണ് എന്ത് ഏറ്റവും കൂടുതൽ നല്ലത്. ഓക്കെ, സോ അത്രയാണ് മോഡ്യൂൾ 1 വരുന്നത്. സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ പക്കയായിട്ട് നമുക്ക് എന്താ ഷുവറായിട്ട് കാസ്റ്റിങ്ങിൽ നിന്ന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.